അപ്പോൾ അതേ സമയം നല്ല ഇരുടായിട്ടുണ്ട്. രാത്രി ഈ സമയത്തൊക്കെ നമുക്കൊന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ടെങ്കിലും നമ്മുടെ മാറാലയൊക്കെ തട്ടി ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിലൊക്കെ രാത്രി ഈ സമയമൊക്കെ ആവണം. പിന്നെ എത്ര ക്ലീൻ ചെയ്തിട്ട് കാര്യം നമ്മളിവിടെ ഒന്ന് പെയിൻ്റ് അടിച്ചാലേ നമ്മുടെ വീടിനൊരു വൃത്തി ഉണ്ടാവുള്ളൂ. കുറേ ആയി ഇവിടെ പെയിൻ്റ് അടിച്ചിട്ടൊന്ന് പെയിൻ്റ് അടിക്കണം. കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം പെയിൻ്റ് അടിക്കാൻ. മഴക്കാലമൊക്കെ ഒന്ന് വിട്ട് നിൽക്കട്ടെ, പിന്നെ സാമ്പത്തികം ഒന്ന് കഴിഞ്ഞിട്ട് വരട്ടെ, ഇതൊക്കെ വേണം പെയിൻ്റ് അടിക്കാൻ. അപ്പോൾ നമ്മൾ ഈ കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കിയെടുക്കണം. ഇതാ മാറാലയൊക്കെ കെട്ടിയിട്ട് പുറമേ തേക്കാത്തതിനെ കൊണ്ടിട്ടോ അങ്ങനെ നനവൊക്കെ വന്നത്. ഇവിടെ ഉള്ളു മാത്രമേ തേച്ചുള്ളൂ, പക്ഷേ ഇവിടേക്ക് നല്ല മാറാലയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ തട്ടിന് ക്ലീൻ ചെയ്യാണ്. രാത്രിയാണ് നമുക്ക് പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടേക്കൊന്ന് ക്ലീൻ ആക്കാം. ആദ്യം തന്നെ മാറാലൊക്കെ ഒന്ന് എടുക്കാൻ പോകണം. നല്ല മാറാലുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാൻ പോകണം. അതിന് നമ്മൾ അടുക്കളത്തിൽ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിക്കണം. അതൊക്കെ നമ്മളൊന്ന് എടുത്ത് മാറ്റാൻ പോവുകയാണേ. അപ്പോൾ അതേ സാധനങ്ങളൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മാറാല തട്ടാൻ പോവുകയാണ്. അപ്പോൾ മാറാലയൊക്കെ തട്ടിക്കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ മുകളിലത്തെ സാധനങ്ങൾ നിർത്തി കഴിഞ്ഞ് അതൊക്കെ നമുക്ക് ക്ലീൻ ആക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. അതിലധികം ചളിയൊന്നും ഇല്ലായിരുന്നു, കാരണം ഞാൻ 2 ആഴ്ച മുന്നേ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മാറാമ്പ വീണ പൊടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിൻ്റെ മുകളിൽ. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് കുത്തി വെക്കുന്നതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ അവിടെയും വൃത്തിയാക്കി. ഇനി നമുക്ക് വൃത്തിയാക്കാനുള്ളത് അടുക്കളയുടെ ടിണ്ടാണ്. അപ്പോൾ അവിടേക്കൊന്ന് ക്ലീൻ ആക്കാം. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാം. ഇത് ഞാൻ പറഞ്ഞു, ഒന്നാമത് എത്ര ക്ലീൻ ആക്കിയിട്ടും കാര്യമില്ല. എന്താ വെച്ചാൽ ഒന്നാമത് പെയിൻ്റ് അടിച്ചില്ല. പിന്നെ ഇവിടെ ഈ കളർ പോകാൻ ഇത്രയല്ലേ, ഇനി നല്ല മഞ്ഞ കളർ. ഇനി എന്താ വെച്ചാൽ കുഴൽക്കിണറിൻ്റെ വെള്ളം ഞങ്ങൾ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതാണ്. പിന്നെ ഞാനിത് കുറേ ഇങ്ങനെ ഉരച്ച് പോക്കിയതാണ്. ഇനിയും പോക്കാനുണ്ട് കുറേ. ഇതൊക്കെ കുഴൽക്കിണറിൻ്റെ ആ പാടാണ് വെള്ളത്തിൻ്റെ. ഇപ്പം നല്ല വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഒക്കെ മാറി വരണം. പിന്നെ പെയിൻ്റ് അടിച്ചാൽ എങ്ങനെയായാലും നമുക്ക് വൃത്തി കാണുള്ളൂ. കുറേയൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവെക്കാം. ഈ വാതിൽ എന്താ അങ്ങനെയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മഴയത്ത് പുറമെ ഷീറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഉള്ള വെള്ളമൊക്കെ തുള്ളി തെറിച്ചിട്ട് വാതിലിലേക്ക് തെറിച്ചിട്ട് അത് കൂപ്പ് പിടിച്ചതൊക്കെയാണ്. പിന്നെയാണ് ഷീറ്റൊക്കെ ഇട്ട്. അപ്പോൾ നമ്മളിതൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ അതേ വാതിലൊക്കെ നന്നായി വൃത്തിയാക്കിയിട്ടുണ്ട്. കുറേയൊക്കെ പോയിട്ടുണ്ട് കുക്കറൊക്കെ. നമുക്ക് നിലമൊക്കെ ഒന്ന് തുടയ്ക്കണം. അതൊക്കെ ചളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ ക്ലീനിങ്ങും തുടക്കലൊക്കെ കഴിഞ്ഞു. ചവിട്ടികൾ കുറേ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ പുറത്തി വെച്ചേക്കാം. നല്ല ചളിയിലുണ്ട് അവിടെ. അത് നാളെ എനിക്ക് തിരുമ്പിടണം. അപ്പോൾ ഒന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഞാൻ ഒന്ന് കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ഒരുവിധം വൃത്തിയാക്കിയിട്ടുണ്ട്. പാത്രങ്ങൾ കഴുകി വെച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.